കോടതിക്കും അഭിഭാഷകർക്കും പൊതുജനമധ്യത്തിൽ അവമതിപ്പുണ്ടാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി ദേവികുളം ബാർ അസോസിയേഷൻ രംഗത്ത്. മറയൂർ ഡിഎഫ്ഒ പി.ജെ. സുഹൈബ്, റേഞ്ച് ഓഫീസർ അബ്ജു എന്നിവർക്കെതിരെയാണ് അഭിഭാഷക സംഘടന രംഗത്തെത്തിയത്. അതേസമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ വാങ്ങി ക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതിയുമായി മറയൂർ നാച്ചുവയൽ ഫോറസ്റ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളും രംഗത്തെത്തി. മറയൂർ ഡിഎഫ്ഒ പി.ജെ. സുഹൈബ്, റേഞ്ച് ഓഫീസർ അബ്ജു എന്നിവർക്കെതിരെയാണ് അഭിഭാഷക സംഘടന രംഗത്തെത്തിയിട്ടുള്ളത്. കോടതി ഉത്തരവുകൾ സംബന്ധിച്ച് പൊതുജനമധ്യത്തിൽ തെറ്റിദ്ധാരണ പരത്താൻ ഇരുവരും ശ്രമിക്കുന്നുവെന്നാണ് അസോസിയേഷന്റെ ആരോപണം. കോടതിയെയും നിയമസഹായം നൽകുന്ന അഭിഭാഷകരെയും ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തി നീതിന്യായ സംവിധാനത്തിന്റെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുകയാണ്. മറയൂർ നാച്ചുവയൽ ഫോറസ്റ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കേസ് അനുസരിച്ച് മറയൂർ സ്വദേശികളായ 6 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും 3 പ്രതികൾ കോടതിയിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു. 3 പേരെ തെളിവെടുപ്പിനായി തമിഴ്നാട്ടിൽ കൊണ്ടുപോകുന്നതിന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുപോകാതെ നാച്ചുവയൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ച ഡിഎഫ്ഒ, റേഞ്ച് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചുവെന്നും അസോസിയേഷൻ നേതൃത്വം ആരോപിച്ചു. പ്രതികൾക്ക് മർദ്ദനമേറ്റതായി സബ് ജയിൽ സൂപ്രണ്ടും റിപ്പോർട്ട് നൽകി. ഇതനുസരിച്ച് കോടതി ഡിഎഫ്ഒ, റേഞ്ച് ഓഫീസർ എന്നിവർക്കെതിരെ 3 കേസുകളെടുത്തിട്ടുണ്ട്. പ്രതികളുടെ കേസ് ഏറ്റെടുത്ത അഭിഭാഷകന് കുറ്റകൃത്യവുമായി ബന്ധമുണ്ടെന്ന രീതിയിൽ ഉദ്യോഗസ്ഥർ വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുകയാണെന്നും മാധ്യമങ്ങൾക്ക് തെറ്റായ വാർത്ത നൽകിയെന്നും അസോസിയേഷൻ പറഞ്ഞു. ആ രേഖകൾ അനുസരിച്ച് തന്നെ കോടതി നടപടികളിൽ പ്രത്യേകമായ ഇൻവോൾവ്മെന്റ് ഇല്ല. ഏത് പരാതിക്കാരനും കോടതിയിൽ നേരിട്ട് പോയി പരാതി പറഞ്ഞു കഴിഞ്ഞാലും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴമ്പുണ്ടെങ്കിലും കോടതികൾക്ക് കേസെടുക്കും. നിയമാനുസരണ നടപടികൾ പൂർത്തീകരിച്ച് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് മെഡിക്കൽ സഹായം അവർക്ക് ഏത് രീതിയിൽ നൽകണമോ ആ രീതിയിൽ നൽകി അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളും വാങ്ങിയതിന് ശേഷമാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ആ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ CC 612/2024, 613, 614 എന്ന 3 കേസുകൾ രജിസ്റ്റർ ചെയ്യും. പ്രാഥമികമായി ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മൊഴികളുടെ അടിസ്ഥാനത്തിൽ കോടതി അവർക്ക് സമൻസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി കോടതിയിൽ നിന്നും എടുത്തിട്ടുള്ളത്. ആ നടപടിക്രമങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ രേഖകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് അറസ്റ്റ് ചെയ്ത മുതൽ അവരെ തിരികെ ഹാജരാക്കുന്നത് മുതൽ അവരെ കസ്റ്റഡിയിൽ വാങ്ങി കൊണ്ടുപോയത് മുതൽ ഉള്ള എല്ലാ അന്വേഷണ സംഭവങ്ങളെ സംബന്ധിച്ചും ഈ രേഖകൾ പരാമർശിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ നിയമാനുസരണം സർട്ടിഫൈഡ് കോപ്പി എടുത്ത് അതിൻ്റെ പകർപ്പുകളാണ് ഞങ്ങൾക്ക് നൽകുന്നത്. അതേസമയം നാച്ചുവയൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച മർദ്ദനമേറ്റെന്ന പരാതിയുമായി മറയൂർ സ്വദേശികളും രംഗത്തെത്തി. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തങ്ങൾ മർദ്ദനത്തിന് ഇരയായതായി മൊഴി നൽകിയിരുന്നെന്നും ഇവർ പറഞ്ഞു. കസ്റ്റഡി എടുത്ത് ഇവര് ചെന്നൈയും തഞ്ചാവൂരും കൊണ്ടുപോയി തെളിവെടുപ്പിനാന്ന് പറഞ്ഞ് കസ്റ്റഡി എടുത്തിട്ട് ബഹുമാനപ്പെട്ട കോടതി മുമ്പായ എടുത്തവര് കോടതി മുമ്പേ എടുത്ത് കോടതി കസ്റ്റഡി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടും APP സാർ പറഞ്ഞിട്ട് കസ്റ്റഡി കൊടുത്ത് ഇവർ കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ടുപോയി എവിടെ ചെന്നൈയും കൊണ്ടുപോയില്ല, തഞ്ചാവൂർ എവിടെയും കൊണ്ടുപോയില്ല. സെല്ലിൽ തന്നെ ഇട്ട് ഞങ്ങളെ സെല്ലിൽ മൊത്തം വെള്ളം ഒഴിച്ചിട്ട് അതിക്രൂരമായിട്ട് മർദ്ദിക്കുമായിരുന്നു. ഞങ്ങളെ ഒത്തിരി മർദ്ദിക്കുമായിരുന്നു. മുളക് പൊടി വരെ സ്വകാര്യ ഭാഗത്ത് എവിടെയൊക്കെ തേക്കാൻ പറ്റുമോ അവിടെയൊക്കെ മുളക് പൊടി തേച്ച് അവിടുത്തെ രോമത്തേക്ക് പിടിച്ച് വലിച്ച് ഒത്തിരി പറഞ്ഞാൽ വീട്ടിലുള്ള അവരുടെ DFO സാർ എന്ന് പറയുന്ന DFO സാറിന്റെ മോളിന്റെ പ്രായമേ എന്റെ ഭാര്യയ്ക്കൊക്കെ. എന്റെ ഭാര്യ ഇവരെ ഒരു ചെവി കൊണ്ട് കേൾക്കാത്ത രീതിക്കൊക്കെ അവർ പറഞ്ഞ് കൂടെ കിടക്കുന്ന രീതിക്ക് വരെ അവർ വിളിച്ച് പറഞ്ഞ് എന്നിട്ട് ആ പൈസയ്ക്ക് എന്നെ ജാമ്യം എടുത്തോളാൻ പറഞ്ഞ് അത്രയും ക്രൂരമായിട്ട് ഞങ്ങളെ മർദ്ദിച്ച് ഇത്രയും നാശമാക്കി. കേസ് നടപടികളെല്ലാം തുറന്ന കോടതിയിലാണ് നടന്നത്. കോടതിയുടെയും അഭിഭാഷകന്റെയും നടപടികളിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല. കോടതി നടപടികളിൽ എതിർപ്പുണ്ടെങ്കിൽ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുകയാണ് വേണ്ടതെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു.